Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. ഇപ്പൊ ചേച്ചി ഇവിടെ മംഗളത്തിലാണ്. എത്ര വർഷമായി മംഗളത്തിൽ വന്നിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. ഒരു 19 കുറച്ച് നാൾ വർക്ക് ചെയ്തു. പിന്നെ മോള് 10ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ അത് നിർത്തി. കുറച്ച് നാൾ വീട്ടിലിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ 2 വർഷമായിട്ടേ ഉള്ളൂ മംഗളത്തിൽ. അല്ലല്ല, ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തത് പിന്നെ ട്രിവാൻഡ്രം സ്പീക്കിംഗ് എന്ന് പറഞ്ഞൊരു ടാബ്ലോയിഡിലാണ്. അതെൻ്റെ ഒരു ഫ്രണ്ട് വഴി വന്നതാണ്. പുള്ളിയാണ് ചോദിച്ചത് നിങ്ങൾക്ക് എങ്ങനെ എടുത്തുകൂടെയെന്ന് വെച്ചാൽ, അങ്ങനെ ടാബ്ലോയിഡല്ലേ, നമുക്ക് കുഴപ്പമില്ലല്ലോ, ടെൻഷനില്ല. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പത്രപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞാണ് തേജസ്സിൽ, കോഴിക്കോട് തേജസ്സിൽ അവർക്ക് അന്ന് ആ സമയം ഒരു ഫെസ്റ്റിവൽ, കലോത്സവം, സ്കൂൾ കലോത്സവം നടക്കുന്ന സമയമായിരുന്നു. അന്ന് അവിടെ ആളെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെന്നിങ്ങനെ, യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഒരു കോഴിക്കോട്ടുള്ള ഒരു സുഹൃത്ത് വഴിയാണ് പോയതും. അപ്പോൾ അവർക്ക് അന്ന് ഞാൻ കലോത്സവം കവർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അവരെടുക്കുമോ ഇല്ലേ എന്നുള്ളൊരു വിഷയമാണ്. കലോത്സവത്തിന് വേണ്ടിയാണല്ലോ എടുത്തത്. പക്ഷേ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവരെന്നെ അവിടെ നിർത്താൻ തയ്യാറായി. അപ്പോൾ ഞാൻ കോഴിക്കോട് 2 കൊല്ലം വർക്ക് ചെയ്തു. ഈ 2 കൊല്ലത്തിന് ഇടയിൽ വീണ്ടും എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അന്ന് അവിടുന്ന് കോഴിക്കോട് നിന്ന് വീണ്ടും തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരത്തേക്ക് വന്ന ശേഷം യഥാർത്ഥത്തിൽ പിന്നെ ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്യാതെ വീട്ടിലിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് വീട്ടിലിരുന്നാൽ ഇനി എന്തായാലും മുമ്പോട്ട് പോവില്ല, കാര്യങ്ങൾ മുമ്പോട്ട് പോവില്ല. ഒരു കുഞ്ഞുണ്ട്, അപ്പോൾ എനിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പം ഞാൻ തേജസ്സിലാണ് വർക്ക് ചെയ്തിരുന്നത്. തേജസ്സിൽ കോയ സാറിനോട് വിളിച്ചു ചോദിച്ചു. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ അന്ന് ലീവ് പോലും കൊടുത്തിട്ടില്ല. എന്തെങ്കിലും അതിന് ഇടയ്ക്കെങ്കിലും നമുക്ക് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ലീവ് കൊടുത്തിട്ടില്ല. ലാക്കി ലീവിൻ്റെ പീരീഡ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്, പക്ഷേ സാർ എനിക്ക് വീണ്ടും ഒരു അവസരം കൂടി തന്നു. തിരുവനന്തപുരത്ത് ഞാൻ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് തേജസ്സിൽ ജോലി ചെയ്യുന്നത്. പിന്നെ നിർഭാഗ്യവശാൽ അത്രയും നല്ലൊരു പത്രം കൂട്ടി പോവുകയും ചെയ്തു. പിന്നെ അതിനുശേഷമാണ് മംഗളത്തിലേക്ക് വരുന്നത്. ഇത്രയും ഒരുപാട് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ മാധ്യമ മേഖലയിലായിരുന്നാൽ പോലും എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പൊ എന്താണ് മറക്കാനാവാത്ത, നമ്മളിവിടെ സമരമുഖങ്ങളൊക്കെ എപ്പോഴും കാണുന്നതാണ് അല്ലേ, സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ. അപ്പോൾ ചേച്ചി മിക്കവാറും കാണാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ ഈ ഫോട്ടോഗ്രാഫി മേഖലയിൽ? ഫോട്ടോഗ്രാഫി രംഗത്ത് നിന്ന് എനിക്ക് കുറേ അല്ലാത്ത അനുഭവങ്ങളെന്ന് പറയാൻ, പിന്നെ ഞാൻ ഒരുപാട് പേരുടെ ഞാൻ പറഞ്ഞില്ലേ, അത് പടങ്ങളെടുക്കുകയും പിന്നീട് ഞാൻ ഈ ടോംസിൻ്റെ ഒരു വർക്ക് ചെയ്തിരുന്നു. അതെ, ബോബനുമുള്ളിയുടെ ടോംസിൻ്റെ അല്ല, അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞിട്ട് ഞാനൊരു വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് എന്ന് വെച്ചാൽ ആ സമയം ഈ പറഞ്ഞ പോലെ 2000 സമയമാണ്, 23 വർഷം മുമ്പ്. അപ്പോൾ ആ സമയത്ത് ഞാൻ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഈ പടം എന്നോട് എടുക്കാൻ പറഞ്ഞൊരു സംഭവം ഉള്ളത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് സ്ഥലം ഫീൽഡ് നോക്കുകയാണ്, ഏത് ആംഗിൾ വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ശരിക്കും അവിടെ ഒരു പുരുഷൻ ഇരിപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ അലയുന്നു എന്നുള്ളൊരു, അപ്പം സ്വാഭാവികമായും നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യം വെച്ച് എന്തായിരിക്കും, അപ്പോൾ ഒരു സ്ത്രീ നിൽക്കുന്നു. അപ്പം ഇയാൾ എന്നെ ഇങ്ങനെ കണ്ണ് കാണിക്കാനൊക്കെ തുടങ്ങി. പിന്നെ എനിക്ക് എൻ്റെ നില വിട്ടു. ഞാൻ നേരെ കണ്ടോൺമെന്റിൽ പോയി പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് പുള്ളിയെ പൊക്കിക്കൊണ്ട് പോയി. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ആ സമയത്ത് പോലും 2000 ആണ്ടിലാണെങ്കിൽ പോലും ഇതാണ് നമ്മുടെ സാഹചര്യം എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം വളരെ മോശമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ എഴുതപ്പെട്ട ചില ജോലികളുണ്ട് മാത്രം, അതായത് വൈകുന്നേരങ്ങളിൽ തിരിച്ച് വീട്ടിലെത്തുക എന്ന് പറയുന്ന ഒരു ജോലി, അത് മാത്രം
മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യമായിരുന്നു. അതിൽ നിന്ന് മാറി ഇപ്പോൾ തന്നെ പത്രത്തിൽ, മറ്റൊരു പത്രത്തിൽ, പ്രമുഖ പത്രത്തിൽ ആദ്യമായിട്ട് അവരൊരു പെൺകുട്ടിയെ എടുത്തിട്ടുണ്ട്. വളരെ മിടുക്കിയായിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ശ്രീലക്ഷ്മി ശിവദാസ് എന്ന് പറഞ്ഞത്, മനോരമ പത്രത്തിൽ. അത് വളരെ എനിക്ക് ഭയങ്കര, സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനങ്ങ് നിർത്തിയാലോ എന്ന് തന്നെ ആലോചിക്കും. കാര്യം ഒരാളെങ്കിലും വന്നല്ലോ എന്നുള്ളതൊരു സന്തോഷമാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം പല പെൺകുട്ടികളും പഠിക്കുന്നുണ്ട് ഈ ഇടയ്ക്ക്. ഇതിനിടയിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും പെൺകുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. പക്ഷേ ഒരിടത്തും ഒരു പെൺകുട്ടിയെയും പത്ര രംഗത്ത് ഫോട്ടോഗ്രാഫിയിലേക്ക്, ന്യൂസ് ഫോട്ടോഗ്രാഫറായിട്ട് ആരും എടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവർ മലയാളത്തിലെ ഒന്നാംകിട പത്രമാണല്ലോ, എന്തായാലും അവരങ്ങനെ എടുക്കാൻ അവർക്ക് അത് സാധിച്ചതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഒരുപാട് പേർക്ക് അത് പ്രോത്സാഹനമാണ്. കാരണം മനോരമ പോലൊരു പത്രം എന്ന് പറയുമ്പോൾ. അതെ. അപ്പം ഇവളാണെങ്കിലും വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടി. അവൾ വന്നപ്പോൾ തന്നെ അവളുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് ആ രീതിയിൽ അവൾക്ക് നിൽക്കാം. പക്ഷെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് അവൾ എങ്ങനെ നിൽക്കും എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം ഇനി മുമ്പിൽ വിവാഹം വേണമെങ്കിൽ പെൺകുട്ടി അവള് തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം മുമ്പിലുണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും ഇവൾക്ക് അത് ഓപ്ഷൻ ഉണ്ടല്ലോ. കാരണം ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ. അതെ, ജോലിയിൽ കൂടി മുന്നോട്ട് പോകണോ, വിവാഹം കഴിക്കണോ, വിവാഹം കഴിച്ചാൽ എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ളത് നമ്മുടെ മുന്നിലുള്ള ചോദ്യമാണ്. അവള് ഫേസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങളാണ്. ഒരു പക്ഷേ അവളുടെ വീട്ടുകാർ അങ്ങനെ അല്ല എങ്കിൽ അവൾക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അവൾക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. വളരെ ഫ്രീഡം കിട്ടേണ്ട, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫ്രീഡത്തിൽ ജോലി ചെയ്യേണ്ട ഒരു മേഖലയാണ്. കാരണം ഇതിനൊരു സമയപരിധി അല്ലേ. നമ്മളിപ്പോ ഏത് സമയത്താണെങ്കിലും നമ്മൾ പോകാൻ പറ്റണം. അപ്പൊ അതിന് നമ്മൾ ഒരു ഫ്രീഡം നമുക്കുണ്ടാവണം. യഥാർത്ഥത്തില് പിന്നെ നമ്മുടെ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ട്. യഥാർത്ഥത്തിൽ ഇക്കാലത്തും സ്ത്രീക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് ഇല്ല. ഇനി വളരുന്ന കുട്ടികൾ, അതായത് ഇവളുടെ തലമുറ, ശ്രീലക്ഷ്മിയുടെ തലമുറ എന്ന് പറയുന്നത് ഇതിനൊന്നും നിൽക്കുന്ന ആൾക്കാരല്ല. അവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് ജോലിയാണ് പ്രധാനം. സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് സ്ത്രീ പഠിച്ചു കഴിഞ്ഞു, പെൺകുട്ടികൾ പഠിച്ചു കഴിഞ്ഞു. മിക്കവാറും അവർ ആ തരത്തിൽ തന്നെ നിൽക്കാനാണ് സാധ്യത. ആരുടെയും പിടിച്ചുകെട്ടലിന് നിൽക്കാതെ സ്വയം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനാണ് ഓരോ സ്ത്രീയും, ഓരോ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത്. ചേച്ചി എപ്പോഴും ഒരു സുഹൃത്ത് വലയത്തിന്റെ നടുവിലാണ്. അത് കാരണം എപ്പോഴും പുരുഷ സുഹൃത്തുക്കളാണ് അവരെല്ലാവരും. വളരെ ഒരു സിസ്റ്ററോട് പോലെ അല്ലെങ്കിൽ ഒരു വിവേചനം കാണിക്കാതെയാണ് ഇടപെടുന്നത്. ഞാൻ ഒരുപാട് തവണ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. അതൊരു വലിയ ഒരു പോസിറ്റീവ് സുഹൃത്ത് എന്നാണ് ഞാൻ, എനിക്ക് സുഹൃത്തുക്കളായി കരുതാനാണ് ഇഷ്ടം. പിന്നെ നമ്മുടെ ബ്രദർഹുഡ് എന്നുള്ളതല്ല, നമുക്ക് സുഹൃത്തുക്കളായി, ആണുങ്ങളെ സുഹൃത്തുക്കളായി തന്നെ കരുതി ജീവിക്കണം. യഥാർത്ഥത്തിൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇവര് ആദ്യം ഞാൻ വരുമ്പോൾ മാനവീയത്തിന്റെ പടം എടുക്കാൻ വരുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു, ഇവരെങ്ങനെയായിരിക്കും നമ്മളെ. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവരുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അതൊക്കെ മാറി. ഇപ്പം വളരെ സപ്പോർട്ടീവാണ്. ശ്രീലക്ഷ്മിക്ക് വരെ വളരെ സപ്പോർട്ടീവാണ് ഈ നമ്മുടെ പുരുഷ സുഹൃത്തുക്കൾ. എങ്കിലും ഏറ്റവും അടുപ്പമുള്ളൊരു സുഹൃത്താരാണ്? അല്ല, അങ്ങനെ പറയാം. പിണക്കതിന്റെ അല്ല, എല്ലാവരുമായിട്ടും വളരെ അടുത്ത ബന്ധമാണ്. ഓരോരുത്തരും നമുക്ക് നല്ല ബന്ധത്തിൽ തന്നെയാണ്. ഇനിയിപ്പോ ഇപ്പോ ചേച്ചിയുടെ ആ ഒരു കാലഘട്ടത്തിൽ വരുമ്പോ എന്താണ്, ഫിലിമായിരുന്നു അല്ലേ? 32 ഇതുള്ള അതല്ലായിരുന്നു, 35. ഇപ്പോ ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിയിരിക്കുന്നു. ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതായത് അന്നത്തെ കാലത്തിൽ നിന്നും കുട്ടികൾക്കൊക്കെ അല്ലേ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അന്നൊക്കെ ടെൻഷൻ അല്ലേ, ഈ പടം നമ്മൾ ലോഡ് ചെയ്തിട്ട് കല്യാണമൊക്കെ എടുക്കുമ്പോൾ അതൊന്ന് നമുക്കൊന്ന് പ്രിന്റ് അടിച്ച് വരുന്ന ടെൻഷനാണ്. ഇന്നിപ്പോൾ ആ ഒരു ടെൻഷൻ ഇല്ല. ഇനി ഒരു ക്യാമറ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ആഗ്രഹിക്കുക? അത് ഒരു മിറർലെസ് ക്യാമറയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഏറ്റവും പുതിയ ക്യാമറ മിറർലെസ് ആണ്. മിറർലെസ് വാങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. മാത്രമല്ല ഞാനിപ്പോൾ ഒരുപാട് ഒരു അലസതയിലും മടിച്ചിയാണ് ഞാനിപ്പോൾ. യഥാർത്ഥത്തിൽ പടങ്ങളൊന്നും എടുക്കുന്നില്ല വാസ്തവത്തിൽ. അപ്പോൾ ഇനി എനിക്ക് വീണ്ടും അങ്ങനെ ഒരു മിറർലെസ് ക്യാമറ വാങ്ങി, ചെറിയ സാമ്പത്തിക പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. മിറർലെസ് വാങ്ങിയിട്ട് കുറച്ച് അല്ലാതെ നല്ല പടങ്ങൾ എടുക്കണം എന്ന് ഉണ്ട്. ഞാൻ പത്രപ്രവർത്തന രംഗത്ത് തന്നെ തുടർന്നുകൊണ്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇതിനിടയ്ക്കും
ഇപ്പോൾ ഈ മേഖലയിൽ നിൽക്കുന്നതിനിടയ്ക്കും വിവാഹത്തിൻ്റെ ഒരു വിവാഹ ഫോട്ടോഗ്രാഫിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ചേച്ചിക്ക് ചെയ്യാൻ ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പലതവണ ഞാൻ ആലോചിക്കും ഞാനിത് ചെയ്തിരുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെടും. കാര്യം ഇപ്പം എനിക്കത് പറ്റില്ല. ഞാൻ ആലോചിക്കാം അന്ന് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിലിമിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയും ചിലപ്പോൾ 2 റോള് 36 ആണ് ഉള്ളത്, 2 അല്ലെങ്കിൽ ഒരു 3 റോള് ഫിലിം എടുത്തു കഴിഞ്ഞിട്ട് ഇത് പ്രിൻ്റാക്കി ഇത് സോർട്ട് ചെയ്ത് ആൽബമാക്കി സ്വയം കലാപരിപാടികൾ ആൽബത്തിനകത്ത് കലാപരിപാടികൾ ചെയ്ത് ഒരു വര പോലും നേരെ വരയ്ക്കാറുണ്ടാത്ത ഞാൻ അതിനകത്ത് കലാപരിപാടികളൊക്കെ ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത്ര ബുദ്ധിമുട്ടില്ല. എങ്കിൽ പോലും എനിക്ക് അതൊരു വലിയ ധൈര്യമൊന്നുമില്ല, ഭാരമായിട്ടാണ് തോന്നുന്നത്. വെച്ചാൽ ഒരു പക്ഷേ എൻ്റെ കഴിഞ്ഞ കാലയളവിൽ എനിക്കുണ്ടായ ഒരുപാട് വിഷമഘട്ടങ്ങളും പിന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രായമായതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഒരു കല്യാണം എടുക്കാൻ വിഷമമാണ്. കാര്യം നമ്മുടെ കൂടെയുള്ള ഒരു കല്യാണം എടുക്കുന്ന സുഹൃത്തുക്കൾ വിളിക്കാറുണ്ട്, നിനക്ക് എടുത്തുകൂടെ. ഞാൻ എടുത്തു, പക്ഷേ ഒരു 8 കൊല്ലം മുമ്പ് ഞാനൊരു കല്യാണം എടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ധൈര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഒരുപാട് സ്ത്രീകൾ, പെൺകുട്ടികളാകട്ടെ വീട്ടമ്മമാരാകട്ടെ, കാരണം പല വീട്ടമ്മമാർക്കും ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ കുട്ടികളെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വീട്ടിലിരിക്കുന്നവരുണ്ട്, ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഈ വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതൊരു പ്രചോദനമാണ്, ചേച്ചിയെ പോലുള്ള ഒരാൾ പ്രചോദനമാണ്. അപ്പോൾ അവരോട്, അത്തരക്കാരോട് എന്തെങ്കിലും, അതായത് ഇപ്പോൾ അവരെ പഠിപ്പിക്കാനായിട്ട്, കാരണം അവർക്ക് എല്ലാവർക്കും ആ ഒരു സാഹചര്യം ഉണ്ടായി വരില്ല, കാരണം സാമ്പത്തികം ഉണ്ടായിരിക്കാം, പക്ഷേ ഈ പഠിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലായിരിക്കാം. അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം, അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് വരുന്നവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉപദേശമുണ്ട്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്? വീട്ടമ്മമാരെന്ന് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് അവരവരുടെ കഴിവിനെ കുറിച്ച് നമുക്ക് ഒരു അറിവില്ലായ്മയാണ്. നമുക്ക് എന്ത് കഴിവുണ്ട്, കാര്യം അതിനൊന്നുമുള്ള സാഹചര്യങ്ങളില്ല. ശരിക്കും വീട്ടിലുള്ള ജോലിയും അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇതിനകത്ത് പെട്ടിരിക്കുകയാണ്. നമ്മുടെ മറ്റ് കഴിവുകളെ തിരിച്ചറിയാനും അത് സ്വയം പ്രോത്സാഹിപ്പിക്കാനും ഉള്ളൊരു അവസരം കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെയാണ് നമ്മളെ കണ്ടെത്താനായിട്ട്. നമ്മളെ കണ്ടെത്തി നമ്മളെ പുറത്ത് കൊണ്ടുവന്ന് അതിൽ നമ്മൾ മിടുക്കരാകണം. ഈ ഫോട്ടോഗ്രാഫിയിൽ ഞാൻ പഠിപ്പിക്കാൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് പെൺകുട്ടികൾ വരുന്നുണ്ട്. അതെല്ലാം ഈ ഗ്രൂപ്പ് ഏജ് ഗ്രൂപ്പ് പുതിയ ന്യൂജൻ പിള്ളേരാണ്, അല്ലാതെ വീട്ടമ്മമാരെ പോലുള്ളവർ വരുന്നില്ല. അതൊരു പക്ഷേ അവർക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും. വേറെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫോട്ടോഗ്രാഫി നമ്മുടെ മൊബൈൽ ഫോണിൽ ഫോട്ടോ നല്ല നല്ല പടങ്ങൾ എടുത്തിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ശരിക്കും അവർ സ്വയം വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. നമ്മൾ വേറെ ആരും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനുണ്ടാവില്ല. യഥാർത്ഥത്തിൽ നമ്മളെ തന്നെ നമ്മുടെ കഴിവ് മനസ്സിലാക്കി നമ്മൾ തന്നെ മുന്നോട്ട് വരണം. ഇനി അത് പറ്റും, ഇനി അത് അതിൻ്റെ ഒരു കാലമാണ്, അങ്ങനെ സാധിക്കും. എന്തായാലും വളരെ വ്യത്യസ്തയായ രാഗചേച്ചിയെ കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ, ചേച്ചിയുടെ വിശേഷങ്ങൾ കേട്ടല്ലോ. കാരണം ഞാൻ പ്രധാനമായിട്ടും ഇതിന് ഒരു സെക്കൻഡ്, വ്യത്യസ്തം എന്ന് പറയുന്നത് ഇക്കാലത്തൊരു വ്യത്യസ്തമല്ല ഞാൻ പറയുന്നത്. ഞാൻ തുടങ്ങിയ കാലത്ത് വ്യത്യസ്തമായിരുന്നു. കാരണം അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ മാധ്യമ രംഗം ആയി നോക്കിയാലും നമുക്ക് മാധ്യമ പ്രവർത്തകർ വേറെ മേഖലകളിലുണ്ടെങ്കിൽ പോലും ഈ ഒരു വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി മേഖലകളിൽ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പദം കുറവാണ് എന്നുള്ളതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും പുരുഷന്മാരാണ് നമ്മുടെ ഈ മേഖലയിലുള്ളത്. അപ്പം അവരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഈ ബോഡിയെ കുറിച്ചുള്ള കോൺഷ്യസ് ആണ് യഥാർത്ഥത്തിൽ പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ പുറകോട്ട് വലിക്കുന്നത്. അത് ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. അതായത് നമ്മളെ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി നമ്മൾക്ക് എന്താണ്, നമ്മൾ ആണുങ്ങളോട് ചേർന്ന് നിന്നാലോ തൊട്ട് നിന്നാലോ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ അത് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ശരിക്കും പത്രപ്രവർത്തന രംഗത്തേക്ക് വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് വരാനും പറ്റും. കാര്യം ഫോട്ടോഗ്രാഫി രംഗത്ത് അധികവും ആണുങ്ങളാണുള്ളത്. മറ്റൊരു സാധനത്തേക്ക് വരണമെങ്കിൽ നമ്മൾ ബോഡിയെക്കുറിച്ചുള്ള നമ്മുടെ ഇൻഹിബിഷൻസ് ഒക്കെ ഒഴിവാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വരാൻ പറ്റൂ, ഈ രംഗത്തേക്ക് വരാൻ പറ്റൂ. അപ്പോൾ എന്തായാലും ഞാൻ പ്രധാനമായിട്ടും ഈ ചേച്ചി നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് കരുതിയത്, ഇതുപോലെ ഒരുപാട് പേര് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുണ്ട്, വീട്ടമ്മമാരുണ്ട്. പല സ്ഥലങ്ങളിലും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ചു പേർക്കെങ്കിലും ഈ രാഗചേച്ചി ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. ബൈ. സുമേഷ് മാർക്കോസ്.